മക്കളെ, മെയ് 2 ഡിഗ്രി പ്രിലിംസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് 62 ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും മെയ് 2 വളരെ അടുത്ത് പോയോ? തീർച്ചയായിട്ടും മെയ് 2 ഇച്ചിരി അടുത്ത് പോയായിരുന്നു. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചത് മെയ് അവസാനമൊക്കെ ആയിരിക്കും പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അവർ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരും. ആ കൺഫ്യൂഷൻസ് ഇതാണ്: എത്ര ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടക്കാൻ പോകുന്നത്? ഒന്ന്, അതോ ഒരു ഘട്ടമായിട്ടാണോ എക്സാം നടക്കാൻ പോകുന്നത്? എല്ലാവർക്കും മെയ് 2 മാത്രമല്ല, ഇപ്പോ പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവർക്കും മെയ് 2 എക്സാം നടക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് ഡൗട്ട്സ് കാണാം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോ എല്ലാവർക്കും, അതായത് ആരൊക്കെ ഡിഗ്രി പ്രിലിംസ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചേക്കാം. എന്ന് വെച്ചാൽ മെയ് 2 പരീക്ഷ ഉള്ളവർക്കല്ല കൺഫർമേഷൻ മെസ്സേജ് വന്നത്, മറിച്ച് ആരൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ മെയ് 2 എക്സാം ഉണ്ടോ. ഇൻ കേസ് ഏപ്രിൽ 18 നമുക്ക് ഹോൾ ടിക്കറ്റ് വന്നില്ല എന്ന് സങ്കല്പിച്ചോ. ഏപ്രിൽ 18 ഹോൾ ടിക്കറ്റ് വരുന്നത്. ഏപ്രിൽ 18 നമുക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് രണ്ടാമത്തെ ഫേസിലായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. അതായത് ജൂൺ മാസത്തിലായിരിക്കും നമുക്ക് എക്സാം നടക്കാൻ പോകുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് അതിലൊരു അനീതി ഉണ്ട് കേട്ടോ. കാര്യം ഇപ്പൊ മെയ് 2 ഫസ്റ്റ് ഫേസ് എക്സാം നടക്കാൻ പോകുന്നു. ആദ്യം എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടത്തില്ല. കാര്യം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫേസ് ഇച്ചിരി എളുപ്പമായിരിക്കും. പക്ഷേ സെക്കൻഡ് ഫേസ് ഒക്കെ ഇച്ചിരി പാടാവാനാണ് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ഒരു സ്റ്റാറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സാധ്യത. ഓക്കെ, മാത്രമല്ല അവർക്ക് ഒരു മാസത്തെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജും കൂടെ കിട്ടും. ഓക്കെ, അത് അവിടെ നിന്ന് കേട്ടോ, നമുക്ക് പിന്നെ സംസാരിക്കാം. സോ ഇനി നമുക്ക് വേണ്ടത് ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. 62 ദിവസത്തേക്കുള്ള ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം? ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ മാത്സ് 20 മാർക്കുണ്ട്, ഇംഗ്ലീഷ് 20 മാർക്കുണ്ട്, മലയാളം 10 മാർക്കുണ്ട്. അവിടെ 50 മാർക്കാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഇതുവരെയുള്ള ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തു നോക്കിയാൽ അത് അധികം കടുപ്പിച്ചിട്ടില്ല. എളുപ്പമൊന്നും ഞാൻ പറയുന്നില്ല, ചുമ്മാ പോയി പഠിച്ചിട്ട് എഴുതാമെന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് അത്യാവശ്യം വർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു 37 മുതൽ 40 മാർക്ക് വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ അതൊരു കുഞ്ഞു ടോപ്പിക്കാണ്. നമുക്കൊരു നോട്ടൊക്കെ എഴുതി എടുക്കുകയാണെങ്കിൽ 70-75 പേജ് കാണും. അത് മൊത്തം പഠിച്ചാൽ ഒരു 7 മാർക്ക് ഷുവറാണ്. സോ 37 + 7 ആകുമ്പോൾ തന്നെ നമുക്ക് 44 മാർക്ക് അവിടെ എടുക്കാം. ബാക്കി ജി കെ അടക്കുന്നത് 40 മാർക്കാണ് മൊത്തം വരുന്നത്. ഒരു പകുതി നിങ്ങൾ കിട്ടും. സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ ഏറ്റവും മിനിമം നമുക്ക് പകുതി കിട്ടും. അപ്പോൾ തന്നെ 64 മാർക്കായി. ഒരു വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നമുക്കുണ്ടെങ്കിൽ, അതായത് ആദ്യം പഠിക്കുന്ന ടോപ്പിക്കുകൾ നമുക്കറിയാം, ഒരു നല്ല സ്ട്രാറ്റജിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാ ദിവസവും ഒരു 5 മണിക്കൂർ നമ്മൾ മാറ്റിവെക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ഡൗട്ടും ഇല്ല. അത് ഇത്ര നേരത്തെ ആയി അങ്ങനെയൊന്നും കണക്കാക്കണ്ട. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എക്സാമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇത്രയും നിയമനങ്ങൾ നടക്കുന്ന മറ്റൊരു ഡിഗ്രി ലെവൽ എക്സാം നിങ്ങളുടെ ഭാവിയിൽ പോലും എഴുതാൻ പോകുന്നില്ല. കാര്യം കമ്പനി ബോർഡ് ഓഫ് ഗ്രേഡ് 1, ഗ്രേഡ് 2 കൂടെ ചേർത്തിട്ട് 4000+ നിയമനങ്ങളാണ് നടക്കാൻ പോകുന്നത്. ബാക്കി എല്ലാ ഡിഗ്രി ലെവൽ എക്സാം കൂടെ ചേർത്തെടുത്താലും 1500 നിയമനങ്ങൾ മാത്രം നടക്കുമ്പോൾ ഇവിടെ ഈ കമ്പനി ബോർഡ് ഓഫ് ഗ്രേഡ് 1 4000 നിയമനങ്ങൾ, ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 കൂടെ ചേർത്തിട്ട് ആകെ 3,95,000 ആപ്ലിക്കൻസ് ആണ് അപ്ലൈ ചെയ്തേക്കുന്ന. 96 ഒരാൾക്ക് ജോലി. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇതിൽ എത്ര പേരാണ് പഠിക്കുന്നത്? അപ്ലൈ ചെയ്യുന്ന എല്ലാവരും പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇതിനകത്ത് 3.5 ലക്ഷം ആൾക്കാരും പഠിക്കുന്നില്ലായിരിക്കും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പഠിക്കുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എഫേർട്ട് കൊടുക്കുന്ന എല്ലാവർക്കും ജോലി. അതിൽ ഒരാളാവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മാർച്ച് 2 സൂപ്പർ നോട്ട്സിന്റെ പുതിയ ഡിഗ്രി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡിഗ്രി പ്രിലിംസ് ക്രാഷ് പ്ലസ് മെയിൻസ് ബാച്ച്. ആവശ്യമുള്ളത് മാത്രം പഠിച്ച്, ഐ റിപ്പീറ്റ്, ആവശ്യമുള്ളത് മാത്രം പഠിച്ച് നമുക്ക് ഈ പ്രിലിംസ് എക്സാമിനെ ക്രാക്ക് ചെയ്യാം. അതിനുശേഷം മെയിൻസ് നന്നായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിന്റെ ബേസിസിലാണ് ഈ ആവശ്യമുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തേക്കുന്നത്? കഴിഞ്ഞ 2021 മുതൽ 25 വരെ 13 ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ആണ് നടന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് മൊത്തം വന്നേക്കുന്നത്. ആ ടോപ്പിക്കുകൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസിന് സൂപ്പർ നോട്ട്സ് 50 ഹോട്ട് ടോപ്പിക്സിന്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് അവിടെ കിടപ്പുണ്ട്. അതിൽ നിന്നും മാത്രം 34 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം വന്നത്. അപ്പോൾ ആ ബേസിസിലാണ് എന്നിട്ട് നമുക്ക് സൂപ്പർ നോട്ട്സിന് 200+ റിസൾട്ടാണ് സെക്രട്ടറി ടെസ്റ്റിനകത്തുള്ളത്. അതെനിക്ക് തോന്നുന്നു സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നോട്ടിഫിക്കേഷൻ വന്നത്. കുറച്ച് കുട്ടികൾ, അതിനകത്ത് ഭൂരിഭാഗം പേർക്കും റിസൾട്ട്. അപ്പോൾ ആ സ്ട്രാറ്റജി ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാം. മാർച്ച് 2 സൂപ്പർ നോട്ട്സിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി താമസിക്കേണ്ട. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എല്ലാവരും ഇപ്പോഴേ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ. അതിനായിട്ട് 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കയറി പർച്ചേസ് ചെയ്യാം. സോ മാർച്ച് 2 ക്ലാസ്സിൽ കാണാം. ഫുൾ പവർ ആയിട്ട് ക്ലാസ്സിൽ കാണാം.